ഹായ് എവരി വൺ, വെൽക്കം ടു സുരഭി കിച്ചൺ. ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായി എത്തിയിരിക്കുകയാണ്. ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്കാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കുവാൻ. നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കുന്നതിന് രണ്ട് ഐറ്റംസ് മാത്രമേ വേണ്ടൂ, പാലും പഞ്ചസാരയും. അപ്പോൾ ഞാനിവിടെ അളവ് കാണിച്ചു തരാം എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. ഇപ്പോൾ ഞാൻ പഞ്ചസാരയാണ് ആദ്യം എടുക്കുന്നത്. അത് ഒരു 1.25 കപ്പാണ് ഞാൻ പഞ്ചസാര എടുക്കുന്നത്. കാരണം ഞാൻ 2.5 കപ്പിന് മിൽക്കിനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ പകുതി ഒരു 1.25 കപ്പാണ് പഞ്ചസാര വേണ്ടത്. ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മൾക്കിത് ഏത് പാത്രത്തിലാണോ ബോയിൽ ചെയ്യേണ്ടത് അതിലേക്ക് നമുക്ക് ഈ പഞ്ചസാര ആഡ് ചെയ്യാം. ഇവിടെ പാൽ ബോയിൽ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിക്കുന്നത്. അതാകുമ്പോൾ പെട്ടെന്നൊന്നും അടുക്കി പിടിക്കത്തില്ല. അടുത്തത് നമ്മൾക്ക് പാലെടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പാലിനി നമ്മൾക്ക് പഞ്ചസാരയുടെ കൂടെ ഒഴിക്കാവുന്നതാണ്. ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പാലിൻ്റെ നേർപകുതിയായിരിക്കണം പഞ്ചസാര എടുക്കേണ്ടത്. ഞാനിവിടെ 2.5 കപ്പ് പാലിന് 1.25 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ഇവ ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ്. ഈ പാൽ നന്നായിട്ടൊന്ന് ചൂടാകുന്നത് വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ ചെയ്യാം. പിന്നീട് നമ്മൾക്ക് തീ കുറച്ചിട്ട് ബാക്കി സമയം ചെയ്യാവുന്നതാണ്. ഈ പാല് നല്ല പോലെ വറ്റി വരുന്നത് വരെ നമ്മൾക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ കൂടുതൽ സമയം വേണ്ടി വരും. അപ്പോൾ നല്ല ക്ഷമയോടുകൂടി നമ്മൾക്കിതൊന്ന് ആക്കിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ പാൽ ബോയിൽ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും പതച്ച് പുറത്തേക്ക് മറിയുക. അതുകൊണ്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ പറ്റുമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി. ഞാൻ ഇവിടെ തന്നെ നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പാൽ പതച്ച് പുറത്തേക്ക് മറിയാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പോൾ പാലൊന്ന് തിളച്ച് പൊന്തി വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. പാല് തിളച്ച് പുറത്തേക്ക് മറിയാതെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമ്മൾക്ക് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം കുറച്ച് സമയം. പതച്ച് പൊന്തി വന്ന പാലിപ്പോൾ നന്നായിട്ട് താണു. അപ്പോൾ ഇനി നമ്മൾക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാവുന്നതാണ്. നിർത്താതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. പാല് അടുക്കി പിടിക്കാതെ ശ്രദ്ധിച്ചെടുത്താൽ മതി. പാല് ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാലിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ച് സമയം കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പാൽ ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് ഈ ഒരു പാകത്തിന് നമ്മൾക്കിത് ഓഫാക്കി വെക്കാവുന്നതാണ്. കാരണം ഈ ഒരു പാകത്തിന് ഇത് ഓഫാക്കി വാങ്ങി വെച്ചാൽ പിന്നെ തണിയുമ്പോൾ നമുക്ക് പാകത്തിനുള്ള കണ്ടൻസ്ഡ് മിൽക്ക് റെഡി ആയിരിക്കും. ഞാൻ ഇപ്പോൾ ഓഫാക്കുകയാണ്. ഇനി നമ്മൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാൻ ഒരു കുപ്പി വേണം. ഞാനിവിടെ ഒരു ഗ്ലാസ് കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു വെക്കാം. കാരണം ഈ കുപ്പിയിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. ഇപ്പോൾ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഈ ഒരു പരുവത്തിലാണുള്ളത്. അപ്പോൾ നന്നായിട്ട് തണിയുമ്പോൾ കുറച്ചുകൂടി ഉറക്കും. ആ സമയത്ത് നമുക്ക് കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഒഴിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കുവാൻ. 2 ഐറ്റംസേ വേണ്ടൂ, പാലും പഞ്ചസാരയും. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന പാല് അതത്രയും വറ്റി വരുവാനുള്ള സമയം അത് ക്ഷമയോടുകൂടി നിന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. ഈ കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾക്കിനി ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുവാൻ ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒരു പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും. സുരഭി കിച്ചൺ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുകയും അതിൻ്റെ കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. വീണ്ടും കാണാം. താങ്ക്